ഹായ് ഗായ്സ്. അപ്പം ഇതൊരു ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല. ബിക്കോസ് എൻ്റെ ദുബായ് പെട്ടി ഞാൻ പൊട്ടിച്ചതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ എനിക്കായിട്ട് മേടിച്ചത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. അത്രയേ ഉള്ളൂ. വേറെ വലിയ നീണ്ട പ്രോസസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മേടിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് വേണ്ടിയായിട്ട് കുറച്ച് ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞങ്ങോട്ട് നീട്ടുന്നില്ല. നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് അതിനെക്കുറിച്ച് പറയാൻ അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് ഞാൻ അതൊക്കെ മേടിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് കൊള്ളാമോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ലെറ്റ് മീ സീ. സോ ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാ പെൺകുട്ടികൾക്കും സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ആണല്ലോ വലുത്. അതേ കണക്ക് തന്നെ എനിക്കും അത് ഇത്തിരി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബോഡി കെയറും സ്കിൻ കെയറൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ മേടിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ലോഷൻ. എൻ്റെ അത്രയേ ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഈ സാധനമാണ് എൻ്റെ പെട്ടിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂട്ടിയത്. ഇത് ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രാൻഡാണ്. അടുത്ത ഭയങ്കര വലിയ ബ്രാൻഡാണെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സ്ഫോളിയേറ്റ് ചെയ്യും, ബോഡി വാഷാണ്, വിത്ത് എക്സ്ഫോളിയേഷൻ ഉണ്ട്. പക്ഷേ എൻ്റെ മണം അടിപൊളിയായിരുന്നു. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു എൻ്റെ സ്മെല്ല്. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കി, കൈ കുറച്ച് നേരത്തേക്ക് ഞാൻ വാഷ് ചെയ്തിട്ട് ഒരു 2 hours വെച്ചു നോക്കി എങ്ങനെയുണ്ട് സ്മെല്ലെന്ന് അറിയാൻ വേണ്ടി. അതിൻ്റെ സ്മെല്ല് ഭയങ്കര മൈൽഡ് സ്മെല്ലായിരുന്നു. ഈ ബോഡി വാഷിന് കുറച്ച് നമുക്കൊരു തോന്നുമെങ്കിലും പക്ഷെ വാഷ് ചെയ്ത് കഴിയുമ്പം ഭയങ്കര മൈൽഡ് സ്വീറ്റ് എന്നല്ല, ഫ്ലോറൽ സ്മെല്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം എനിക്കെന്തായാലും തെറ്റിയില്ല, കൊള്ളാം എന്നൊരു സന്തോഷം എനിക്കുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസെല്ല വാട്ടർ. ഇത് ഞാൻ ഭയങ്കര വെപ്രാളത്തിന് ഓടിപ്പടച്ച് വാങ്ങിയതാണ്. എനിക്ക് ഫസ്റ്റ് ഞാൻ ഇതെൻ്റെ കണ്ണിൽ പെട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നോക്കി തന്നെ പോയത്. പക്ഷേ വലിയൊരു മോളിനകത്ത് കൊണ്ട് കയറ്റിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ലേ, ആദ്യം എന്തെടുക്കണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ. ആ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് എന്തോ ഒരു കാര്യത്തിന് വേറെന്തോ സാധനം ആർക്കും എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്, മിസെല്ല വാട്ടർ. ഇത് ഏതാ ബ്രാൻഡ് എനിക്കൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. കുറേ അറബും എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി മേടിച്ചതാണ്. ട്രൈ ചെയ്ത് നോക്കാം. 500 ml ആണ്. നല്ലതാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് എൻ്റെ ഇരിക്കുന്നത് ഒരു 100 ml തീരാറായി. ഞാൻ അതിനകത്തുനിന്ന് കുറച്ചൊക്കെ എടുത്തുകൊണ്ടാണ് ഇത് ഞാൻ പോയത്. പിന്നെ ഈ സാധനം ഓയിലി ആക്നി പ്രോൺ സ്കിൻ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ടാക്കുന്ന സ്കിൻ, അതിനൊക്കെ പെർഫെക്റ്റ് സാധനമാണ്. നമ്മൾ ഈവൻ സൺസ്ക്രീൻ ആയാലും ബോഡി ലോഷൻ ഇട്ടാലും ഇത് യൂസ് ചെയ്യണം. ഇറ്റ് വിൽ ഹെൽപ്പ് യു, ഉറപ്പാണ്. ഞാൻ അതിനകത്ത് 101% ഉറപ്പ് വരും. ഫസ്റ്റ് സാധനമാണ് ഇത്. പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അല്ല, ഐ മീൻ ദിസ് മിസെല്ല വാട്ടർ. അത് നല്ല ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക്. സെക്കൻഡ് മേടിച്ചത് വാസലിൻ്റെ ഒരു ലിപ് ബാം. ഇതെന്തിനാണ് ഞാൻ പോയി മേടിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് എന്തിനോ പോയി മേടിച്ചു. ഞാൻ ആദ്യം എൻ്റെ പെട്ടിയിലെടുത്തിട്ട ഒരു കുട്ടി സാധനമാണിത്. ഞാനൊരു ട്രോളി, എന്നെക്കാട്ടി വലിയൊരു ട്രോളിയൊക്കെ എടുത്ത് അത് ഞാൻ പിടിച്ചുകൊണ്ട് നടക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ ആദ്യം എന്തെടുക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചെടുത്തതാണ്. സോഫ്റ്റ് ലിപ്പ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ലിപ്സൊക്കെ കിട്ടുമെന്നും ഐ ഡോണ്ട് നോ. ചെറി ഫ്ലേവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ച് എക്സ്പെൻസീവ് സാധനം എനിക്ക് തോന്നിയത് ഈ ബാത്ത് ആൻഡ് ബോഡി വർക്കിൻ്റെ ജാപ്പനീസ് ചെറി ബ്ലോസം എന്ന് പറഞ്ഞൊരു ബോഡി ലോഷനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ്, യൂട്യൂബേഴ്സ് ഭയങ്കര നല്ല സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് കണ്ടപ്പം എനിക്ക് തോന്നി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മണം നോക്കിയാണ്. പക്ഷേ മണം ഒരു രക്ഷയില്ലായിരുന്നു. ഈവൻ നമ്മൾ ബോഡിയിൽ തേക്കുമ്പോൾ പോലും എന്തോ ഒരു പ്രത്യേക സ്മെല്ല്, വേറെ ഒന്നിനും ഇല്ലാത്തൊരു അടിപൊളിയായിട്ടുള്ള സ്മെല്ല്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ മേടിച്ചൊരു സാധനമാണ് കേട്ടോ. പിന്നെ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നിയ വീണ്ടും ഒരു സാധനം ഈ മൊറോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ഒരു ഷാംപൂ, ആർഗൺ ഓയിൽ ഷാംപൂ എന്നൊക്കെയാണ് പറയുന്നത്. റിപ്പയർ, ഡ്രൈ, ഡാമേജ്, ബ്രിട്ടിൽ,
ഹെയർ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ചൊരു സാധനമാണ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് അറിയത്തില്ല. എൻ്റെ ഹെയറിന് ചേരുമെന്നാണ്. എൻ്റെ ഹെയർ കുറച്ച് എന്താ പറയുന്ന ഡ്രൈ ഫ്രിസ്സിയാണ്. അപ്പം എനിക്ക് തോന്നി ഇറ്റ് വിൽ ഹെൽപ്പ് മീ. പക്ഷെ എൻ്റെ കണ്ടീഷണറൊക്കെ കിട്ടിയില്ല കേട്ടോ. ഷാമ്പൂ മാത്രമേ കിട്ടിയുള്ളൂ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഷാമ്പൂ പ്ലസ് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഹെയറിന് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നത്. ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. എന്ത് ചെയ്യാം, നമുക്ക് ഷാമ്പൂ ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ, ചിലപ്പോൾ വർക്ക് ആയില്ലെങ്കിലും. എന്തായാലും ലെറ്റ് മീ ചെക്ക് ഇറ്റ്. പിന്നെ ഞാൻ മേടിച്ചതും ഒരു കുട്ടി പെർഫ്യൂം. ഇത് മാത്രമല്ല, ഞാൻ വേറെ 2 പെർഫ്യൂം കൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെർഫ്യൂം ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നല്ല സ്മെല്ലായിട്ട് തോന്നി. എനിക്കിഷ്ടമായി. എന്താ പറയുന്നത്, ഒരു പ്രത്യേക തരം സ്മെല്ല്. അവിടെ ഉള്ളതിൻ്റെയൊക്കെ പെർഫ്യൂംസിൻ്റെ സ്മെല്ല് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മളത് എത്ര മണത്താലും നമ്മൾ വിചാരിക്കും അതാണോ ഇതാണോ കൊള്ളാവുന്നത്, ഏതാണ് എന്നൊരു ഭയങ്കര കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നും ബെറ്റർ വൺ ഐ തിങ്ക് ദിസ് എന്ന് തോന്നി ഞാൻ എടുത്തതാണ്. ഇത് ഗിഫ്റ്റ് പോകാനുള്ള സാധനം കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് വേണ്ടി മേടിച്ച 2 പെർഫ്യൂം ഞാൻ കാണിച്ചു തരാം. ഒന്ന് പറയുന്നത് ഇതാണ്, സഫയർ. സഫയർ. ഇത് ഞാൻ എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് അവിടുത്തെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ചേച്ചി എടുത്ത് തന്നെ ചോദിച്ചതാണ് ഇവിടുത്തെ ബെസ്റ്റ് പെർഫ്യൂം അല്ലെങ്കിൽ നല്ല സ്വീറ്റ് സ്മെൽ ഗേൾസിന് പറ്റിയൊരു പെർഫ്യൂം എടുത്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പുള്ളിക്കാരി എനിക്ക് ആദ്യം എടുത്ത് തന്നെയായിരുന്നു. രണ്ടാമത് കുറേ എടുത്ത് തന്നു. എനിക്കങ്ങനെ ഇഷ്ടമായില്ല. ലാസ്റ്റ് ഇതിൽ തന്നെ ഞാൻ ഫൈനലി അങ്ങോട്ട് ഉറപ്പിച്ചു ഇത് തന്നെയാണ് എന്നങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കോസ്റ്റ്ലി സാധനത്തിൽ എനിക്കായിട്ട് പേഴ്സണലി ഞാൻ ചൂസ് ചെയ്ത പെർഫ്യൂമാണ് ഇത്. പുള്ളിയുടെ എന്താ കവറിങ്ങൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് ഊതാണ്. ഫസ്റ്റ് ടൈമാണ് ഊത് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമ്മൾ സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയപ്പം കിട്ടിയതാണ്. അവിടെ ഈ പെർഫ്യൂമൊക്കെ ഇങ്ങനെ പെർഫ്യൂമല്ല ഊതാണോ അത്ര എന്തൊക്കെയാണ് അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സാധനമാണ്. ഇറ്റ്സ് എന്താ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയത്തില്ലേ, സൂപ്പർ സാധനമായിരുന്നു. ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ല, ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കണം. അവിടെ നിന്ന് മാത്രം ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കിയതേ ഉള്ളൂ. എനിക്കെൻ്റെ പാക്കിങ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, റിബണൊക്കെ ഉണ്ട്. അതിന് ഞാൻ അതേ കണക്ക് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. പൊട്ടിച്ച് നോക്കണം. അത് കഴിഞ്ഞ് യൂഷ്വലി എല്ലാവരും മേടിക്കുന്ന സാധനം തന്നെയാണ് ഡവിൻ്റെ ഒരു മോയ്സ്ചറൈസർ. സ്വാഭാവികം എല്ലാവരും മേടിക്കുന്നതിൻ്റെ പിങ്കാണ്. എനിക്കൊന്ന് ബ്ലൂ മേടിക്കാൻ തോന്നി. ഞാനിത് പൊട്ടിച്ച് യൂസ് ചെയ്ത് നോക്കി. എനിക്കെന്താ പറയുന്നത്, ഈ ഡവിൻ്റെ എല്ലാ സംഭവത്തിനും ഒരു മോയ്സ്ചർ കൂടുതലാണല്ലോ. എന്ത് സാധനം ഈ സോപ്പ് യൂസ് ചെയ്താലും ഒരു മിഴുമിഴുപ്പ് കാണത്തില്ലേ നമ്മുടെ ദേഹത്ത്, അതേ കണക്ക് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. ഞാൻ മോയ്സ്ചറൈസർ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഇത്രയും മോയ്സ്ചറൈസർ ഞാൻ മേടിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ല ഇതിങ്ങനെയൊക്കെ ആണോ എന്നൊന്നും. മേ ബി ഇങ്ങനെ ആയിരിക്കാം. ഞാൻ നാട്ടിലും യൂസ് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് മാത്രം മേടിച്ചതാണ്. പക്ഷേ കൊള്ളാം. സ്മെല്ലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്മെല്ലൊക്കെ നൈസായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഒരു എന്താ ഓയിലി ടെക്സ്ചർ സ്കിന്നിൽ. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞതാണ്, എന്നാലും എനിക്കെന്താ എന്തോ പോലെ തോന്നി പെട്ടെന്ന് യൂസ് ചെയ്യുന്നപ്പോഴത്തേക്കും. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഇഷ്ടമാവും. അത് കഴിഞ്ഞ് എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് സാധനം മേടിച്ചതെന്ന് പറഞ്ഞാൽ ടേപ്പ്. ഇത് ഡബിൾ സൈഡ് ടേപ്പാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇൻവിസിബിൾ ഡബിൾ സൈഡ് ടേപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചാടിക്കയറി എടുത്തേണ്ട. ഇത് ഓഫർ സെയിലുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിച്ചു ഇങ്ങനെ ഈ ടേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കത്തില്ലേ, ഈ സാധനം എനിക്ക് വേണമെന്ന്. ഇത് നോക്കിയപ്പോൾ 3 ഉണ്ടായിരുന്നു. നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് എനിക്ക് ക്ലിയർ ഗ്ലൂ. ഈ പുള്ളിക്കാരൻ ഞാൻ ഈ ഭയങ്കര എന്താ പറയുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ ക്രാഫ്റ്റ് വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇംഗ്ലീഷുകാരായാലും അറബി ചേച്ചിമാരൊക്കെ ആയാലും അവരുടെ വീഡിയോസിൽ കണ്ടൊരു സാധനമാണ്. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അവിടെ കണ്ടപ്പം 4 ദിർഹമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ചാടിക്കയറി അങ്ങോട്ട് എടുത്തതാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇതും ഞാനൊന്നും പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല. പിന്നെ കുറച്ച് പേന എല്ലാവരും കൊണ്ടുവരുന്നതൊക്കെ ഞാൻ കുറച്ച് പേനയും കൊണ്ടുവന്നു. ഒബ്വിയസ്ലി പേന എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണല്ലോ. പിന്നെ കുറച്ച് ചൂയിങ്കം. ഇത് ബ്ലൂബെറി ഫ്ലേവറാണ്. നാട്ടിൽ കിട്ടില്ല എന്നെനിക്ക് തോന്നിയോണ്ട് മേടിച്ചു.
മേടിച്ച് 2-3 ചവച്ച് നോക്കി. ഒരുപാട് ഫ്ലേവർ ഞാൻ കണ്ടു. വാട്ടർ മെലൺ, ബ്ലൂബെറി, സ്ട്രോബെറിയൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടും. പക്ഷേ ഈ ബ്ലൂബെറി കിട്ടത്തില്ല എന്ന് തോന്നി. എന്നിട്ട് ഞാൻ കുറച്ച് മേടിച്ചു. വലിയൊരു പെട്ടിയെ മേടിച്ചത് ചവച്ച് നോക്കി, കൊള്ളാം. പക്ഷേ ഒരു ചെവയുണ്ട്. ചെവ മീൻസ് എന്താ പറയുന്നത്, ഒരു ചെറിയ പുളിപ്പ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ മേടിച്ചത്, ഞാൻ ഏത് ട്രിപ്പിന് പോയാലും എവിടെ പോയാലും മേടിക്കുന്ന ഒരേ ഒരു സാധനം, ആദ്യം നോക്കുന്നത് സോഫ്റ്റ് ടോയ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ എനിക്ക് സോഫ്റ്റ് ടോയിൻ്റെ അടുത്തൊരു പ്രത്യേക ക്രേസ് ഉണ്ട്. എവിടെ കണ്ടാലും ഞാൻ ചാടിയെടുക്കും. ഫസ്റ്റ് എൻ്റെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്ന ഒരു സെക്ഷൻ ടോയ്സാണ്. ഇങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് കുഞ്ഞാനക്കുട്ടി ഉടുപ്പൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ, നല്ല ക്യൂട്ടായിട്ടില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പെട്ടിയിലാക്കി കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയാലും എന്ത് കാര്യത്തിനായാലും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും എനിക്ക് സ്ലിംഗ് ബാഗ്സ് ഇല്ല. ഞാൻ കുറേ തപ്പിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഇതൊക്കെയുണ്ട്, എന്താ പറയുന്നത്, ഇന്നത് വേണം, ഭയങ്കര വലിയ സൈസാവരുത്, എന്നാൽ ചെറുതും ആവരുത്, എന്നാൽ കുട ഇടണം, പേഴ്സ് ഇടണം, ഫോൺ ഇടണം, എങ്കിൽ എന്താ നമ്മളെ സ്ലിംഗ് ഇല്ലേ ആ സാധനം ഭയങ്കര വലുതാവരുത്, എന്നാൽ ഭയങ്കര തിന്നാവരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു കടയിൽ പോയി കണ്ടപ്പോൾ കളറായാലും ബാഗ് സൈസായാലും ഡിസൈനായാലും എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ മേടിച്ച് ചെയ്യണം. സാധനം അടിപൊളിയായിരുന്നു. ഞാൻ ഇട്ടായിരുന്നു കേട്ടോ, ഞാൻ യൂസ് ചെയ്ത് നോക്കി. നമുക്ക് സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ സ്ട്രാപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നീളം കൂട്ടി നീളം കുറച്ചൊക്കെ ഇടാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കുട്ടി ബാക്ക് പാക്ക് മേടിച്ചിട്ടുണ്ട്. എൻ്റെ 2-3 ബാക്ക് പാക്കിൽ കീറിപ്പോയി. എന്താ പറയുന്നത്, നമ്മൾ ഈ പോർഷനില്ലേ, ഈ പോർഷൻ പെട്ടെന്ന് കീറിപ്പോവും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പം. അതുകൊണ്ട് ഒരു കുട്ടി ബാക്ക് പാക്കും കൂടെ ഞാൻ മേടിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ദുബായ് പെട്ടിയിൽ. അപ്പം ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യണം. ഇതെല്ലാം കൂടെ അങ്ങോട്ട് യൂസ് ചെയ്യണമെന്നല്ല, എല്ലാം യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് കൊള്ളാമോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം എക്സ്പെൻസീവായിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. ഈ ബ്രാൻഡിൻ്റെ പേരെനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഇത് ഭയങ്കര വലിയൊരു ബ്രാൻഡാണ്. എനിക്ക് എൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. പുള്ളീനെ നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് മേടിച്ചതാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടെ മേടിച്ചതായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് ഡ്യൂട്ടി ഫ്രീയിൽ മെയിൻലി നമ്മൾ കാണപ്പെടുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂംസ് ആണല്ലോ. സോ അങ്ങനെ അതിനകത്തുനിന്ന് എടുത്തതാണ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും, ഞാൻ നേരത്തെ എനിക്ക് വേണ്ടി മേടിച്ചതെന്ന് പറഞ്ഞതിനും കാട്ടിയും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് മേടിച്ച ഒരു പെർഫ്യൂം. ഇത് നമ്മൾ നാട്ടിൽ വന്ന് നമ്മൾ ആ പൈസ കൺവേർട്ട് ചെയ്തു നോക്കിയപ്പം നമ്മൾ തന്നെ അന്തപ്പെട്ടു പോയി. നമ്മൾ ഇത്രയും വലിയതാണോ മേടിച്ചതെന്ന്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇത് നമുക്കുണ്ട്. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇതേ സെയിം പാക്ക് 2 ഉണ്ട്. അങ്ങനെയാണ് ഓഫറല്ല, പക്ഷെ അത് അങ്ങനെയാണ് എൻ്റെ പാക്ക്. സോ ഇതേ സൈസ് ഇതേ സാധനം തന്നെ 2 ഒന്നും കൂടെ ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. ഇത് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുന്നത്, ഇസ്കി ഉപയോഗിക്കാൻ തോന്നത്തില്ലേ, ആ ഒരു സ്വഭാവം നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ കുപ്പി കാണാൻ നല്ല ക്യൂട്ടാണ്. ലിറ്റിൽ ബഗായി പുള്ളിക്കാരൻ എത്രയേ ഉള്ളൂ കേട്ടോ. എനിക്കൊന്ന് 8 30 ml ഉള്ളൂ. സാധനം ചെറുതാണ്. പെട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും സാധനം ചെറുതാണ്. ഇതിൻ്റെ മണം അടിപൊളിയാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. സൂപ്പർ സാധനമാണ്. ഞാൻ ഇത് ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ കോസ്റ്റ്ലി സാധനങ്ങൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണമെങ്കിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. യു ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. നമ്മൾ കൊണ്ടുവന്നതിൽ ഇത് മാത്രമാണ് യൂസ് ചെയ്ത് തുടങ്ങി. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കയറി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.